സുബഹിസ്കാരം കഴിഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിന്റെ വിഷയം പറഞ്ഞു തരാൻ വരുന്ന ചില ആജ്യന്മാരുണ്ടാവും. ചില എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല, ചിലയിടത്തേ ഉണ്ടാവുള്ളൂ. സുബഹി കഴിഞ്ഞാൽ റൂമുക്ക് വരും. സതേ ഇന്ന് നമുക്ക് മുടി കറുപ്പിക്കണതിനെ പറ്റി പറയാം എന്ന് പറയും മൂപ്പര്. പറയേണ്ട തന്നെയാണ്. ആ ആഴ്ച ഒരു കാരണവശാലും അത് പറയരുത്. ആയിക്കോട്ടെ ആചാര്യ, നമുക്ക് പറയാം. ഞാൻ ഈ ആഴ്ചക്ക് വേറൊരു വിഷയം പ്ലാൻ ചെയ്തിരുന്നു, നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞാണ്ട് ഒരു കടലാസ് എടുത്തുങ്ങാണ്ട് അതിലിങ്ങനെ എഴുതി വെച്ചാൽ ആചാര്യക്ക് സന്തോഷമായി. പിന്നെ നിങ്ങൾ പറയണമെന്നൊന്നുമില്ല. ഇനി പറയുകയാണെങ്കിൽ തന്നെ ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് ആക്കത്തിന് ആ വിഷയം പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. എന്താ പറയരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം, വ്യാഴാഴ്ച അസറംസ്കാരം കഴിഞ്ഞ് പീടിയെന്ന് ചായ കുടിച്ചപ്പോൾ ആചാര്യ കൂടെ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, നാളെ ഞാൻ ഒരു പണി ഒപ്പിക്കാൻ പോകുന്നുണ്ട് എന്ന്. ആ പണിയാണ് ഈ ഒപ്പിക്കുന്നത്. അതിൽ നമ്മൾ വിൽക്കരുത്, അതിലൊരിക്കലും നമ്മൾ വിൽക്കരുത്. മൂപ്പര് അതുകൊണ്ട് ലക്ഷ്യാക്കണ ഒരാളുണ്ട്. സംഗതി ഇപ്പോ മൂപ്പര് എല്ലാ ലോകത്തുള്ള എല്ലാ മുടി കറുപ്പിക്കുന്ന ആൾക്കാരും ലക്ഷ്യാക്കിയിട്ടൊന്നുമല്ല ഈ വിഷയം പറഞ്ഞു തരുന്നത്. അയാൾ അതുകൊണ്ട് ലക്ഷ്യാക്കണ ഒരു കുഞ്ഞായ്മതുണ്ട്. ആ കുഞ്ഞായ്മീന്റെ ഗീബത്ത് നമ്മൾ വെള്ളിയാഴ്ച പറയരുത്. നമുക്കൊരു 4 ആഴ്ച കഴിഞ്ഞിട്ട് അത് പറയേണ്ട ഒരു സമയം വരും. ആ സമയത്ത് നമുക്ക് പറയാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പറയില്ല എന്ന് വാശിയൊന്നുമില്ല. അന്ന് പറയരുത്. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. വെള്ളിയാഴ്ച മുഅ്മിനീങ്ങളായ ആൾക്കാര് ഖതീബന്മാരെ മുമ്പിൽ ഒരുമിച്ച് കൂടി കിട്ടുകയാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട പദ്ധതികളാണുള്ളത്. ഒന്ന് ഈമാൻ കൂട്ടുക, 2 തഖ്വ കൂട്ടുക. അതിനുള്ള വർത്താനം പറയേണ്ടത്. ഈമാനും തഖ്വയും കൂട്ടിക്കൊടുത്താൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിക്കോളും. അത് രണ്ടുമാണ് ചെയ്യേണ്ടത്. അത് 2 ആവർത്തന വിരസതയില്ലാത്ത വിഷയമാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. എല്ലാ വെള്ളിയാഴ്ചയിലും ഖുതുബയുടെ വിഷയം ഒന്ന് തന്നെയാണ്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്. 2 ഖുതുബ ഉണ്ടാവും, 2 ഖുതുബക്ക് ഒരേ വിഷയമാണ്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്. ഇന്നിപ്പോൾ 2 ക്ലാസ് ഉണ്ട്. ഹൈദർ അലി വാഫി വരും, ഞാനും ഉണ്ട്. 2നും 2 വിഷയമാണ്. എന്നാൽ വെള്ളിയാഴ്ച 2 ഖുതുബയാണ്, 2 ഖുതുബക്ക് ഒരേ വിഷയമാണ്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്. അതുകൊണ്ട് വെള്ളിയാഴ്ചയിലെ പ്രസംഗം തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കാനുള്ളതായിരിക്കണം. അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പറയണം. അതിൽ സന്ദർഭവുമായി കൂട്ടിയോജിപ്പിക്കണം, സാഹചര്യവുമായി കൂട്ടിയോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ പറയണം. അങ്ങനെ ആവുമ്പോൾ ഓരോ മാസത്തിനും വിഷയമുണ്ട്. ആ ഓരോ മാസത്തിലും ഓരോ ആഴ്ചക്കും വിഷയമുണ്ട്. ശഅബാൻ മാസം ഇഷ്കിനെ പറ്റി പറയേണ്ട മാസമാണ്. റബീഉൽ അവ്വലും ഇഷ്കിനെ കുറിച്ച് പറയേണ്ട മാസമാണ്. റജബ് മാസം അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ട മാസമാണ്. റജബ് മാസം ബറക്കത്തിനെ കുറിച്ചും പറയേണ്ട മാസമാണ്. ശഅബാൻ മാസം മുത്തുനബിനെ കുറിച്ച് പറയേണ്ട മാസമാണ്. മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം